ഡെയ്സി സൂപ്പറായിട്ട് എടുക്കോട്ടാ. ഓക്കെ, അടിപൊളി അടിപൊളി. ഇതെനിക്ക് എന്റെ ഫ്രണ്ടിന് ദുബായിക്ക് അയച്ചു കൊടുക്കണ്ടേ. ആ, നമ്മൾ ഒരുമിച്ച് ദുബായിലല്ലേ. ഓക്കെ, വൺ മോർ പ്ലീസ്. സ്മൈൽ. ഇത് ജോയിച്ചനെ അയച്ചു കൊടുക്കണ്ടാണ്. നിന്റെ ഫ്രണ്ട് അവിടെ ഇല്ലേ? മോളി മോളി, അവർക്ക് കണ്ണ് കാണണം അല്ലേ? ഹായ്, ഒന്ന് തിരിച്ച്. കൊള്ളാം കൊള്ളാം കൊള്ളാം, പൊളിയ സൂപ്പറാണ്ടാ. സ്മൈൽ പ്ലീസ്. വൺ മോർ പ്ലീസ്. ഓക്കെ ഡാൻ. ഓക്കെ, ഞാൻ എടുക്കാൻ ഡാർലിംഗ്. ഓക്കെ, കൊള്ളാല്ലേ? ആ ചേച്ചി തള്ളേനെ ഓർമ്മയുണ്ട? പിന്നെ നമുക്കറിയാലോ ആരാണ്. സ്വർണം സ്വർണം. ആ മനസ്സിലായി മനസ്സിലായി. പാളിയെന്ന് തോന്നുന്നുണ്ട് ഡാർലിംഗ്. അവര് തിരിച്ചു വരുന്നുണ്ട്. ആരാണ് ഡേസി? ഓളിനെ അറിയോ? അറിയില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇങ്ങനെ നിന്നും ഫോട്ടോ എടുക്കാൻ കണ്ടിട്ടാ ഞാൻ ചോദിച്ചത് എന്താണെന്ന്. നീ ആ കറവക്കാരൻ മാധവന്റെ മോനല്ലേടാ? എന്താണ് ഡാർലിംഗ് ഈ പറയണത്? നീ ആ ഇറച്ചിക്കാരൻ ജോൺസന്റെ മോളല്ലേ അല്ലേ? നിങ്ങൾ രണ്ടുപേരെ ഞാൻ അറിയോ, അതുകൊണ്ടാണ് ചോദിക്കണത്. ഇപ്പൊ വയ്യും പൊയ്യും ഒക്കെ ആയ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. എന്റെ ഡാഡിയുടെ പേര് കറക്റ്റ് ആണ് ഇവർ പറയുന്നത്. എന്റെ അച്ഛന്റെ പേരും കൃത്യമാണ് ഇവര് പറയണത്. നിന്റെ അമ്മേ ഒരു പവന്റെ സ്വർണ്ണ നിന്റെ അമ്മ 10 വർഷം മുമ്പ് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്, നിന്നെ കെട്ടിക്കണമെന്നും പറഞ്ഞിട്ട്. അത് ഇതുവരെ തന്നിട്ടില്ല. നിങ്ങയൊക്കെ ദുബായിലോ അവിടെ ഇവിടെ ഒക്കെ പോയെന്ന് പറഞ്ഞല്ല, എന്നിട്ട് ഇതുവരെ തരാത്ത എന്താണ്? അതെന്റെ മമ്മിയല്ലേ വാങ്ങിച്ചത്, ഞാനല്ലല്ലോ. മമ്മി ആയാലും ഡാഡി ആയാലും എനിക്ക് എന്റെ സ്വർണ്ണം ഇപ്പൊ തിരിച്ചു കിട്ടണം, അതാണ് എന്റെ നിർബന്ധം. ഈ പെണ്ണുമ്പോഴൊക്കെ വേറെ പണിയില്ലേ? ഇത് എന്റെ വൈഫാണ്. എന്റെ വൈഫിനെ കുറിച്ച് അനാവശ്യം പറയാൻ നിൽക്കരുത്. വൈഫിന്റെ വീട്ടുകാർ തന്നെയാണ് മേടിച്ചത്, വേറെ ആരും അല്ല മേടിച്ചത്. ഇപ്പൊ സ്വർണത്തിന്റെ വില എന്താണെന്ന് അറിയാമോ? 1 ലക്ഷം രൂപ കഴിഞ്ഞ്. ഒരു പാവപ്പെട്ടവനൊന്നും ഇനി മേടിക്കാനും പറ്റൂല, ഒരു ഗതി ഉണ്ടാവൂല. പെണ്ണിനെ ഒന്നും ഇനി കെട്ടിക്കണ്ട. നമുക്ക് പോവാം. ഇവരുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഇവർക്ക് 10 പവൻ കൊടുക്കാനുള്ള ഒരു വർത്താനം പറയണം. 10 പവന്റെ കൊടുക്കാണ് ഇപ്പൊ 1 പവന്റെ സ്വർണത്തിന്റെ കാശ് കിട്ടിയാല്. നിങ്ങൾ അവിടെ പോയി സംസാരിക്കണോ? എവിടെ പോയി സംസാരിക്കാം? നിങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറ. പോലീസ് സ്റ്റേഷനിലല്ലല്ലോ, നേരിട്ട് സംസാരിക്കാം. പോലീസുകാരൊന്നും നോക്കൂല. എന്താണ് ഈ പ്രോബ്ലം? എന്താ പോലീസുകാരും നോക്കൂല. എനിക്കറിയില്ല. നമുക്ക് പോവാം. ഇതൊരു വലിയൊരു ശല്യമായല്ലോ. ഓക്കെ ഡാർലിംഗ്, അവരെ കണ്ടറിയുമ്പോൾ ഒരു പാവപ്പെട്ടവരാണ്. നമുക്കൊരു കാര്യം ചെയ്യുന്ന അവരുടെ ആ 1 പവന്റെ സ്വർണ്ണത്തിന് ഞാൻ ഈ മോതിരം ഊരി കൊടുക്കാം. വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ട. അല്ല, എന്റെ 3-4 മോതിരങ്ങളല്ലേ, കൊടുത്തേക്കാം. വേണ്ട, ഓളുടെ മമ്മി മേടിച്ചതല്ലേ. മമ്മിയല്ലേ വാങ്ങിച്ചത്? ആ മമ്മി കൊടുത്തോളൂ. ഇല്ല, കൊടുത്തേക്കാം. ഇന്ന് ചേച്ചി സന്തോഷമായില്ലേ ചേച്ചിക്ക്? നമുക്ക് പണമുള്ളതല്ലേ, നമ്മൾ ദുബായിലല്ലേ, ഇനി എന്ത് നോക്കാനാണ്? ഡാർലിംഗ്, ഞാൻ വേറെ മേടിച്ചിട്ടോളാം. ഓക്കെ ഓക്കെ. എന്റെ ഇപ്പൊ ഈ 2 മോതിരം മതി. ദുബായി ചെന്ന് കഴിയുമ്പോ വാങ്ങിച്ചിട്ട് ഇടണം. ദുബായി ചെന്ന് ഉടനെ ഇടാം, അല്ലെങ്കിൽ എന്റെ കൈയുടെ ഭംഗി മോക്കൊരു മോതിരം മേടിച്ചേട്ടാ. നമ്മള് കൊടുത്ത സ്വർണ്ണം അല്ലല്ലോ, ഗോൾഡ് പറഞ്ഞത് നമുക്കല്ലേ അറിയാവുള്ളൂ. നമ്മളെ പണി പാളും. ഗോൾഡ് കവറി കാണുന്നല്ല നമുക്കെല്ലാം അറിയാൻ പാടില്ല. അവരെ പറ്റി ഒരു സമാധാനം ഒരു സന്തോഷമായില്ലേ? ഇനി വരത്തില്ലല്ലോ, തന്നെന്നും പറഞ്ഞ വരത്തില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേഗം പറയാം, അവിടെ ഇനി നിക്കണ്ട. ഉടനെ പോവാം. വേഗം പറ്റിക്കാണല്ലോ നമ്മുടെ പരിപാടി. ആ തള്ള വന്ന മുമ്പ് വേഗം പോവാം, വേഗം തിരിച്ചു പോവാം. വേഗം വിട്ടോ.